ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങളോടൊരു വിശേഷം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ. വിശേഷം എന്താണെന്ന് ഞാനും സാവകാശത്തിൽ പറയാം. ഏതായാലും ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ മോന് ഷൂട്ടുണ്ട്, അപ്പോൾ അവന് തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള അമ്പലത്തിലാണ് പോയത്. പിന്നെ ഞാനും അവനും കൂടെയാണ് പോയത്. ഇവിടെ വീട്ടിൽ മതിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ജോലിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഗുരുവായൂരോ അല്ലെങ്കിൽ തിരുമാന്താംകുന്ന്, അങ്ങാടിപ്പുറം അവിടെയൊക്കെ അമ്പലത്തിലാണ് സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെയാണ്. ഇപ്പോൾ പിറന്നാളിനൊക്കെ പോകുമ്പോൾ അവിടെയാണ് പോവാറ്. കാരണം അവിടുന്ന് തൊഴുത് പ്രസാദോട്ടം കഴിക്കലാണ് എനിക്ക് താല്പര്യം. ഏത് അമ്പലത്തിൽ പോകണം, അത് ഞാൻ വീട്ടിൽ സദ്യ ഉണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ വളരെ ചുരുക്കം, പറ്റാത്ത സമയത്ത് മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ അമ്പലത്തിൽ പോകാൻ തന്നെയാണ് ചെയ്യാറ്. ഇനി എന്തെങ്കിലും കാര്യം കൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ ചെറിയൊരു കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് പിറന്നാൾ ആഘോഷിക്കും. അത്രയൊക്കെ ഉള്ളൂ. എപ്പോഴും ചെറിയ രീതിക്ക് മാത്രമേ ഉള്ളൂ ആഘോഷം. വലിയൊരു ആഘോഷമൊന്നും ആക്കിയിട്ടില്ല. എനിക്കതിനോട് ഇഷ്ടമില്ല കേട്ടോ. കാരണം അങ്ങനെ അമ്പലത്തിൽ പോകണത് തന്നെ താല്പര്യം. നമ്മൾ പോവുക, തൊഴുക, പിന്നെ നമുക്ക് പുറത്തൊന്ന് പോകുക എന്നുള്ളൊരു സന്തോഷ കൂട്ടത്തിലില്ല. അമ്പലത്തിൽ ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് തിരുമാന്താംകുന്നിൽ പോവുകയാണെങ്കിലും കുറച്ച് ദൂരം നമുക്ക് പുറത്ത് പോവുക എന്നുള്ളൊരു അവസരമുണ്ട്. പിന്നെ അവിടെ കുറേ അമ്പലങ്ങളുടെ ഉണ്ട് തിരുമാന്താംകുന്നിൽ. അപ്പോൾ അവിടെയൊക്കെ തളി ക്ഷേത്രമുണ്ട്, പിന്നെ മാണിക്യപുരം ക്ഷേത്രമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വിഷ്ണു ക്ഷേത്രമുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു ഏരിയയിലുള്ള കുറേ അമ്പലങ്ങളിലൊക്കെ പോവും. തിരുമാന്താംകുന്ന് പോകുമ്പോൾ തളിയിൽ എന്തായാലും തളി ക്ഷേത്രത്തിൽ പോകും. അത് അവിടെ അടുത്ത് തന്നെയല്ലേ. പിന്നെ ഈ 2-3 അമ്പലങ്ങളിലും അധികം പോവാറുണ്ട്. മാണിക്യപുരത്തും പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് സന്തോഷം ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. പോകാൻ പറ്റാത്ത സമയങ്ങളിൽ വീട്ടിൽ ആഘോഷിക്കും. ചെറിയ രൂപത്തിൽ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കും, അത്ര. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ടാണ് ഉണ്ണാടിൻ്റെ അടുത്ത് പിറന്നാളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഉണ്ണാടം കുറച്ച് പച്ചക്കറി ഒക്കെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ പിന്നെ പണിക്കാരോട് ലീവാക്കണമെന്ന് പറയാൻ നമുക്ക് അമ്പലത്തേക്ക് പോവാം, അങ്ങാടിപ്പുറം ഗുരുവായൂരൊക്കെ എവിടെയും പോകണമെങ്കിൽ എന്നൊക്കെ അവിടെ താല്പര്യം അവിടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പറഞ്ഞത് പണിക്കാരെ ഒഴിവാക്കണ്ട, കാരണം കുറേ ദിവസം നീണ്ട് പോകുമല്ലേ, അപ്പം ഒഴിവാക്കണ്ട. പിന്നെ മോനുമില്ല, മോന് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവൻ അമ്പലത്തിൽ പോയി വന്നവൻ അവൻ ഷൂട്ടിന് പോയി. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പം വെറുതെ ഒഴിവാക്കണ്ടെന്ന്, പണിക്കാരെ ഒഴിവാക്കണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ ഇന്ന് ഗുരുവായൂരൊന്നും പോയില്ല. അപ്പം ഇന്ന് വീട്ടിലിനി ചെറിയൊരു സദ്യ ഉണ്ടാക്കണം. പിന്നെ ഒരു അവിയലും സാമ്പാറും പിന്നെ എന്തെങ്കിലും 1-2 കറി ഒക്കെ ആയിട്ട് ചെറിയൊരു സദ്യ ഉണ്ടാക്കണം. അത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ. എൻ്റെ അമ്മണ്ട് രാവിലെ അമ്പലത്തിൽ ഞാൻ പോയി വന്നിട്ടേ ഉള്ളൂ. അപ്പം അമ്മ വിളിക്കണ്ടേ, ഇന്ന് പിറന്നാളല്ലേ അമ്പലത്തിൽ പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മണ്ട് വിളിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അതാ പോയി വന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടോ. ഞാൻ ഇന്നലെ അമ്മയെ വിളിച്ചിരുന്നു. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അത് വിട്ടുപോയി. അപ്പോൾ അമ്മയും പറഞ്ഞു, നിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ രാവിലെ വിളിക്കാൻ വിചാരിച്ചിട്ട് പിന്നെ രണ്ടാമത് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചു. പക്ഷെ അമ്മമാരൊരിക്കലും നമ്മുടെ പിറന്നാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം അവരെ ഓർമ്മയിൽ നിന്ന് പോവില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നി. എത്ര വർഷമായിട്ടും അമ്മ മറന്നിട്ടില്ലല്ലോ. എനിക്കിപ്പോൾ ഇത്രയും ഏജായിട്ടും അമ്മ ഒരിക്കലും എൻ്റെ പിറന്നാളും അമ്മ മറന്നിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മയ്ക്കൊരു മോളൊന്നല്ല, വേറെയും മക്കളുണ്ട്. എല്ലാവരുടെ കാര്യമാണെങ്കിലും അമ്മ കൃത്യമായിട്ട് ഓർക്കും. എന്തെങ്കിലും തലേദിവസം വിളിച്ച് നാളെ പിറന്നാളാണ്, അമ്പലത്തിൽ പോകണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരുള്ള ആ ഒരു കാലം, അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇതൊന്ന് മനസ്സിലാവില്ലേ. എനിക്ക് സത്യമായിട്ട് അപ്പോൾ സന്തോഷം, എന്താ പറയണ്ടതെന്ന് അറിയില്ല. അമ്മ ഓർത്ത് ഞാൻ അമ്മമാരങ്ങനെയാണല്ലേ. നമ്മുടെ മക്കളുടെ ഒരു കാര്യം അവർക്ക് മറന്നു പോകാൻ കഴിയില്ല. എല്ലാവരും ഓർമ്മയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ആ സമയത്ത് എല്ലാവരെയും വിളിച്ചവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പിറന്നാൾ മറക്കില്ല. കാരണം പൊങ്കാലേൻ്റെ അന്നാണ് എൻ്റെ പിറന്നാൾ. അപ്പോൾ ദേവിക്ക് അന്ന് പ്രധാനമുള്ള ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പിറന്നാൾ ദിവസം ആരും മറക്കില്ല. എങ്ങനെയായാലും അത് ഓർമ്മ വരും.
ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കട്ടെ. ഉണ്ണേട്ടനെ കൊടുത്തിട്ടില്ല, മോന് മാത്രം കൊടുത്ത് അവൻ കഴിച്ചു പോയി. ഇനി ഉണ്ണേട്ടന് ആവണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഉണ്ണേട്ടൻ പണിക്കാരടുത്തൊക്കെ പോയിട്ട് അവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മതി. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ എൻ്റെ വിശേഷം ഏതായാലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിന് വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെറുതാണെങ്കിലും നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരെയും അറിയിക്കുക, എൻ്റെ കൂട്ടുകാരായ നിങ്ങളെയൊക്കെ അറിയിക്കുക എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കണം എന്നുള്ളത് തന്നെയല്ലേ. അപ്പം വലിയൊരു ആഘോഷമൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് എൻ്റെ താല്പര്യം അമ്പലത്തിൽ പോകുക എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കുക. പിന്നെ ഞാനൊന്ന് എങ്ങനെയെന്ന് പറയേണ്ട കാര്യമുള്ളൂ, അതുപോലെ ഉണ്ണേട്ടൻ നടത്തി തരും. അത് ഞാൻ അങ്ങനെ വേണ്ട ചെറിയ രൂപത്തിൽ മതി എന്നൊക്കെ ഞാൻ അങ്ങനെ പറയണതുകൊണ്ടാണ്. ഇങ്ങനത്തെ ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി, പിറന്നാൾ, ഇതൊന്നും ഞാൻ എന്താഗ്രഹം പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു തരും. പണിക്കാരൊന്നും ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഗുരുവായൂരോ അല്ലെങ്കിൽ അങ്ങനെ ദൂരം അമ്പലങ്ങളിലൊന്നും പോവാതിരുന്നത്. ഇന്നിപ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുതു വന്നത്. അമ്പലത്തിൽ പോകണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് അത് ഭയങ്കര ഒരു ഇതാണ്. പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ ഒക്കെ അമ്പലത്തിൽ പോകണം എന്നുള്ളൊരാഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങളല്ലേ. ചിലർക്ക് കുറേ ഗിഫ്റ്റ് കിട്ടുന്നതിനോടായിരിക്കും, ചിലർക്ക് പിന്നെ കുറേ ഫുഡ് കഴിക്കുന്നതിനോടായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. അതുപോലെ പിന്നെ ഇപ്പോൾ സദ്യ ഇതാകുമ്പോൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. 1-2 അവിയലും 1-2 കറികളൊക്കെ ഞാൻ ഉണ്ടാക്കും എന്തായാലും. അപ്പം അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു പിറന്നാളാഘോഷം അങ്ങനെ നടത്തും. പിന്നെ എന്തെങ്കിലും ആഘോഷിക്കണമെങ്കിൽ എന്താണ്, നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പം എൻ്റെ മൂത്തമ്മൻ ഗൾഫിലാണ്. പിന്നെ ചെറിയ ആൾക്ക് ഇപ്പം ഇന്ന് ഷൂട്ട് ഫിക്സ് ചെയ്ത ദിവസമായിരുന്നു. അത് മാറ്റി വയ്ക്കാൻ അതിനും പറ്റില്ല. കാരണം ഒരുപാട് പേര് ഇന്ന് ലീവ് ഉള്ള ദിവസമായതുകൊണ്ട് ഒരുപാട് പേര് എല്ലാവരും ജോലിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോണ പിന്നെ പിള്ളേരാണ് അതിനെ അഭിനയിക്കുന്നവരും പിന്നെ അതിൻ്റെ ബാക്കി പരിപാടിക്കൊക്കെ നിൽക്കണവരൊക്കെ എല്ലാവർക്കും ഓരോരോ ജോലിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ലീവുള്ളൊരു ദിവസമായതുകൊണ്ട് പിന്നെ അത് മാറ്റി വെക്കണ്ടെന്ന് ഞാൻ അവൻ്റെ അടുത്തും പറഞ്ഞു. അവൻ പറഞ്ഞു അമ്മയ്ക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ഇന്നത്തെ ഷൂട്ട് മാറ്റായിരുന്നു എന്നൊക്കെ അവനും പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു കാര്യവും അങ്ങനെ മാറ്റി വെക്കാനുള്ളതല്ല, ഒക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവനോട് ഞാൻ മാറ്റി വെക്കണ്ട, നമുക്ക് വൈകുന്നേരം ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ, വൈകുന്നേരത്തിന് എത്തല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ണേട്ടൻ ഡ്യൂട്ടിയുള്ള ദിവസം പിറന്നാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ചിലപ്പോൾ നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തൊരു സമയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഉണ്ണേട്ടനുള്ളത് കൊണ്ട് അതൊരു സന്തോഷം. ഇപ്പോൾ അനിയൻ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു, അനിയൻ്റെ വൈഫ് വിളിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, എല്ലാവരും വിളിച്ച് വിഷ് ചെയ്യണമൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ സന്തോഷം മതി എനിക്ക് അല്ലാതെ ഒരു അങ്ങനെ ഭയങ്കര ഒരു ആർഭാടമായ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ എൻ്റെ പിറന്നാളിൻ്റെ വിശേഷം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മുടെ എല്ലാ വിശേഷങ്ങളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളെ അറിയിക്കണം എന്നുള്ളതല്ലേ, അങ്ങനെ അറിയിച്ചു എന്ന് മാത്രം. പിന്നെ ഞാൻ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കട്ടെ, സദ്യ ഉണ്ടാക്കട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് ഇനി വൈകിട്ട് സദ്യേൻ്റെയൊക്കെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. ഇനി എന്തൊക്കെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ചെറിയ ഇനി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ ഫുഡിൻ്റെ എങ്കിലും വീഡിയോ ഞാൻ നോക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.